നമസ്കാരം. ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയ ജീവിതങ്ങൾ ലൈക്കിനും ഷെയറിനും വേണ്ടി തകർക്കുന്നത് എത്ര ജീവിതങ്ങളാണല്ലേ. ദീപകിന്റെ കേസിൽ ഷിംജിത ഒളിവിൽ പോകുമ്പോൾ ഈ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാതെ പോകരുത്. വാർത്തയിലേക്ക്. ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ വീഡിയോ ചിത്രീകരിച്ച വടകര സ്വദേശിനിയും മുസ്ലിം ലീഗ് വനിതാ നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമായ ഷിംജിതയെ ഇപ്പോൾ കാണുവാനില്ല. അറസ്റ്റ് ഭയന്ന് ഒളിവിലാണെന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇവർക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് എന്തായാലും അതിശക്തമായ തിരച്ചിലാണ് നടത്തുന്നത്. തിരച്ചിൽ നല്ല ഊർജിതമാക്കിയിരിക്കുന്നു എന്ന വാർത്ത കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗൾഫിൽ അടക്കം ബന്ധമുള്ള ഷിംജിത വിദേശത്തേക്ക് കടന്നു എന്ന സംശയവും ശക്തമാണ്. കാരണം ഈ ഷിംജിതയുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിരവധി വീഡിയോകൾ കാണാനിടയായി. ആ വീഡിയോകളിൽ കൂടുതലും വിദേശത്തു നിന്നുള്ള വീഡിയോകളാണ്. അതുകൊണ്ട് അവിടെ ഇവർക്ക് ഒരു വലിയ ശക്തമായ ഒരു ബന്ധം ഉണ്ടാകും എന്നാണ് സംശയിക്കുന്നത്. മാത്രവുമല്ല, അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ഭയന്ന് ഈ ഒരു അമ്മ കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഷിംജിത ഇവിടെ നിന്ന് കടന്നിട്ടുണ്ടാകും എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും പ്രവാസി മലയാളികളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവർ പിടിച്ച് കേരള പോലീസിന് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇവർക്കെതിരെ പുതിയ FIR രജിസ്റ്റർ ചെയ്തു എന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടി ഇന്ന് കേൾക്കാൻ ഇടയായി. ദീപകിന്റെ അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും മനസ്സിൽ നിന്നുമായിരുന്നില്ല. അതങ്ങനെ പിടിച്ച് കുലുക്കുകയാണ്. എന്റെ മകൻ പാവമായിരുന്നു, ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അവൻ പേടിച്ചു പോയി എന്നാണ് ദീപകിന്റെ അമ്മ ഇന്ന് പ്രതികരിച്ചത്. മാത്രമല്ല, ഒരു പെണ്ണിനോടും അവൻ മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഒരമ്മയ്ക്കും അച്ഛനും ഈ യോഗം ഉണ്ടാകരുത്, തന്റെ മകൻ നിരപരാധിയാണെന്നും ഒക്കെ ആ അമ്മ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി. ഷിംജിത ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഷിംജിത മാത്രമല്ല ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവളുടെ വാക്ക് കേട്ട് ദീപകിനെ മരണത്തിലേക്ക് തള്ളിവിട്ട, സൈബർ ലിഞ്ചിങ് നടത്തി, അതായത് സോഷ്യൽ മീഡിയയിൽ വിധി കൽപ്പിച്ച് ദീപകിനെ തല്ലിക്കൊന്ന ഒരു വലിയ ആൾക്കൂട്ടമുണ്ട് ഇവിടെ. അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോഴും ഈ ഷിംജിതയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടത് ഇപ്പോഴും ഓർക്കുന്നു. അതായത് ഷിംജിത ഒരു വീഡിയോ എടുക്കുന്നു, ശേഷം ഈ വീഡിയോ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദീപകിനെ വലിയ രീതിയിൽ തന്നെ ക്രൂശിച്ചുകൊണ്ടൊക്കെയാണ് അവർ അതിന്റെ തലക്കെട്ടൊക്കെ കൊടുത്തിരുന്നത്. പിന്നീട് പണി പാളിയെന്ന് കണ്ടപ്പോൾ ഇത് മുഖ്യ പല ആളുകളുണ്ട്. ആ മുഖ്യ ആളുകളെയൊക്കെ കേരള പോലീസ് പൊക്കണം എന്നാണ് പറയാനുള്ളത്. റീച്ചിന് വേണ്ടി എന്ത് തന്തയില്ലാത്തരവും തെണ്ടിത്തരവും പടച്ചുവിടുന്ന ചില സോഷ്യൽ മീഡിയ പേജ് അഡ്മിന്മാരെ കൂടിയാണ് ഈ കേസിൽ പിടികൂടേണ്ടത്. അവനത് ചെയ്തു, അവനത് ചെയ്യും എന്നൊക്കെ വിധി കൽപ്പിക്കുന്ന ഇവരെ ഇനിയും പൂട്ടിയില്ലെങ്കിൽ ഈ നാടിന് വലിയൊരു ആപത്തായിരിക്കും. ഇനിയും ദീപക്മാരുടെ എണ്ണം വർദ്ധിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് സ്വാഭാവികമായും അത് വൈറലാകണമെന്നില്ല. അത് വൈറലാക്കിയത് സത്യത്തിൽ ഷിംജിതയല്ല, ഷിംജിതയുടെ വീഡിയോ ഷെയർ ചെയ്ത മറ്റു പല ആളുകളുമാണ് എന്നതാണ് പറയാനുള്ളത്. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കുമെന്നൊക്കെ പറയുന്നത് പോലെ ഈ കേസിൽ അത് എത്ര സത്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യം ചെരിപ്പിടും മുമ്പ് ഷിംജിതയുടെ വീഡിയോ ലോകം ചുറ്റി വന്നപ്പോഴേക്കും ദീപകിന്റെ മരണത്തിന്റെ നോട്ടിഫിക്കേഷൻ തകർത്തത് ഒരു കുടുംബത്തെയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു കുടുംബത്തിന്റെ അത്താണിയെയാണ് തകർത്തത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മകന്റെ മരണം കാണേണ്ടി വരുന്ന അവരുടെ അവസ്ഥ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊരു വല്ലാത്ത നൊമ്പരം തന്നെയാണ്. ഷിംജിത പുറത്തുവിട്ട വീഡിയോയിൽ ദീപകിനെതിരെ യുവതി ആരോപിക്കുന്ന പോലെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാത്ത ആ വീഡിയോ, കയ്യിൽ എന്ത് വീഡിയോ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഷിംജിത പുറത്തു വിടണം എന്നാണ് പറയാനുള്ളത്. താനൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള നേതാവാണെന്ന് കാണിക്കാൻ റീലെടുത്ത് ഫേമസ് ആകാൻ ഇതിനു മുമ്പും യുവതി മറ്റു പല വിഷയങ്ങളിലുമൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടെന്നും അങ്ങനെ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ ഷിംജിതയുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കൂട്ടിക്കെട്ടുന്നതിന് മുമ്പ് അതിൽ കയറി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദീപകിന്റെ മരണത്തിൽ ഷിംജിത പറഞ്ഞ 2 നുണകൾ കൂടി പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. ഒന്ന്, പോലീസിനെ വിവരം അറിയിച്ചിരുന്നു എന്നായിരുന്നു ഈ വിഷയം വലിയ വിവാദമായപ്പോൾ ഷിംജിത മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞാൻ പോലീസിനെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2, ബസ്സിലെ ആളുകളോട് പറഞ്ഞിരുന്നു, അവിടെയുള്ള ആളുകളോടൊക്കെ ഇതൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ ഷിംജിത പറഞ്ഞിരുന്നു. 2ഉം നുണയാണെന്ന് തെളിഞ്ഞതും നമ്മൾ ഇന്ന് കണ്ടു അല്ലെ. സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസ്സിലെ ജീവനക്കാർ പറയുന്ന വീഡിയോ ഇന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ബസ് ജീവനക്കാർ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. എന്താണ്? പരാതി പറഞ്ഞിരുന്നുവെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നുവെന്നാണ് ഇന്ന് ആ ബസ് ജീവനക്കാരെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടത്. സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? പോലീസിൽ പരാതിപ്പെടുക എന്നതല്ലേ. എന്തുകൊണ്ടാണ് ഷിംജിത അത് ചെയ്യാതിരുന്നത്? ഷിംജിതയ്ക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവം ആ ബസ്സിൽ വെച്ചുണ്ടായി. ഷിംജിത എന്താണ് ചെയ്യേണ്ടത്? ഷിംജിത ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. ആ യുവതി ഒന്നല്ലെങ്കിൽ ആ ബസ് ജീവനക്കാരോട് പറയുക, അല്ലെങ്കിൽ ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായാൽ എന്താണ് പ്രതികരണ ശേഷിയുള്ള സ്ത്രീകൾ ചെയ്യുക? അവർ ആ വണ്ടിയിൽ ബഹളം ഉണ്ടാക്കും, വലിയ അത് പ്രശ്നമാകാറുണ്ട്. പിന്നീട് അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇടപെടും, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തും. ഇതൊക്കെ അവിടെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഇവിടെ സംഭവിച്ച് നമ്മൾ കണ്ടില്ല എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്.
മാത്രവുമല്ല ഷിംജിത ഒരു ലോഡ് നുണയും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ലൈംഗികാരോപണം നേരിട്ടതിന് പിന്നാലെ ജീവനൊടുക്കിയ സംഭവത്തിൽ ദീപക് സഞ്ചരിച്ച ബസ്സിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് എന്തായാലും പോലീസിന്റെയും പ്രധാനപ്പെട്ട ശ്രമം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദീപക്കും ഈ ഷിംജിത മുസ്തഫയും ബസ്സിൽ കയറിയത് മുതലുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക. എന്തായാലും ബസ് ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഭാരതീയ ന്യായ സംഹിതയിലെ 108 എന്ന് പറയുന്ന വകുപ്പ് അത്ര ചെറിയ വകുപ്പൊന്നുമല്ല കേട്ടോ. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് എന്തോ ചെറിയ കേസാണെന്നൊക്കെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പാണിത്. അത് നന്നായിട്ട് ഷിംജിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണല്ലോ ഷിംജിത എവിടെ മാളത്തിൽ കയറിയത്. മരിച്ച ദീപകിന്റെ മാതാവ് നമ്മുടെ കനിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും കേസ് എടുത്തിട്ടുള്ളത്. ആ കേസ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലഭിച്ച പരാതികളിൽ പ്രാഥമിക ശേഖരണമൊക്കെ നടത്തിയ ശേഷം തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും മരിച്ച ആൾ തിരിച്ചു വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ കേരള പോലീസ് നടത്തുന്ന ഇടപെടലിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. ദീപകിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. ഷിംജിത എന്ന് പറയുന്ന ഈ യുവതിക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു യുവതിയാണെന്നാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. ആ ബന്ധമൊക്കെ ഇവർ ഉപയോഗപ്പെടുത്തുമോ ഇല്ലയോ ഈ കേസിൽ നിന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഷിംജിതക്കെതിരെ കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖൊക്കെ ഒരു ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഈ ഷിംജിതയെ അറിയില്ല എന്ന മട്ടിൽ പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, തള്ളി പറയുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ചേർത്ത് പിടിക്കാതിരുന്നാൽ മതി. നിങ്ങളൊന്നും നമ്പാൻ കൊള്ളില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഷിംജിതയെ കുടുക്കിയതും വീഡിയോയും ഷെയറും ലൈക്കും തന്നെയാണെന്ന് പറയാതെ വയ്യ. വൈറലാകുന്നത് നല്ലതാണ്, പക്ഷെ അതൊരു വൈറസ് പോലെ ആകരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഷിംജിത ഒരു വീഡിയോ 2 തവണ ഷെയർ ചെയ്തതായിട്ട് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ആദ്യം ഒരു വീഡിയോ എടുത്തു, ശേഷം ആ വീഡിയോ ഇട്ട ശേഷം വീണ്ടും ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന രീതിയിൽ മറ്റൊരു വീഡിയോ ഈ ദീപകിന്റെ കേസിൽ ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നത് എന്താണ് ഷിംജിതയെ ആനന്ദിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ റീച്ചും ലൈക്കും ഷെയറും ഒക്കെ തന്നെയാണ്. അതിനടിയിൽ വന്ന കമന്റുകളുമാണ്. അന്ന് ആ സമയത്ത് കമന്റ് വരുമ്പോൾ ഒരു പെൺകുട്ടി ഞാൻ ആക്രമിക്കപ്പെട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പോസിറ്റീവ് കമന്റുകളായിരിക്കും മൊത്തം വരിക. ആ പോസിറ്റീവ് കമന്റുകൾ ഷിംജിതയ്ക്ക് വലിയ കയ്യടി പോലെ തോന്നി. ഷിംജിത ആ വീഡിയോ വീണ്ടും ചെയ്തു. അതിനിടയിൽ ഒരിക്കൽ പോലും ആ ഷിംജിത എന്ന് പറയുന്ന ഈ യുവതി ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. സോഷ്യൽ മീഡിയ കോടതിയിൽ അങ്ങ് വിധി പറയാൻ വേണ്ടി ഇട്ടുകൊടുത്തു. എന്തായാലും സോഷ്യൽ മീഡിയയുടെ മുമ്പിലല്ല ഷിംജിതയുടെ കേസ് എന്തായാലും പരിഗണിക്കേണ്ടതും, സോഷ്യൽ മീഡിയ അല്ല ഷിംജിതയുടെ ഈ കേസിൽ വിധി പറയേണ്ടതും ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതിനിവിടെ നിയമവും കോടതിയും ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അവർ ചെയ്യട്ടെ, അല്ലാതെ നിങ്ങൾ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്തായാലും ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥ അതിജീവിതമാരെ കൂടിയാണ് സംശയനിലയിലാക്കുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താനും ഒക്കെ ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം വിഷയങ്ങൾ നമ്മളെയൊക്കെ പിന്നോട്ട് വലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്തരം വിഷയത്തിന്റെ മറവിൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളേക്ക് വെള്ളം പൂശാൻ വേണ്ടിയൊക്കെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ നടത്തിയ ചില നികൃഷ്ടമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ കാണാനിടയായി. ഇതിന്റെ മറവില് നിരവധി പല രീതിയിലുള്ള പെണ്ണുപിടിയന്മാരെയും ബലാത്സംഗ വീരന്മാരെയൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടി ചില നികൃഷ്ട ജന്മങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മരണം ഒന്നിനും പരിഹാരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദീപക് തെരഞ്ഞെടുത്ത വഴി തീർത്തും തെറ്റാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത്തരം ഒരു വിഷയം ഉണ്ടായാൽ അതിനെതിരെ പോരാടുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരം വിഷയം വന്നിട്ടുണ്ടെങ്കിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടതെന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഷിംജിത ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒളിവിൽ നിന്ന് പോലീസ് പുറത്തേക്ക് വലിച്ച് ഇങ്ങനെ അഴിച്ചു കൊണ്ടുവരുമ്പോൾ ഷിംജിത സ്വന്തം നിരപരാധിത്വം തെളിയിക്കട്ടെ. എന്തായാലും നിയമത്തിന് മുമ്പിൽ, നിയമത്തിന്റെ കോടതിയിൽ ഷിംജിത കുറ്റക്കാരിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.